ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി പോകാം. അവിടെ നിന്ന് MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരും. കോഴിക്കോട് കിണാശ്ശേരി പള്ളിയറ ദേവീക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടയിലാണ് അതേ ഗ്രൗണ്ടിൽ ഈദ്ഗാഹും സംഘടിപ്പിക്കുന്നത് എന്ന വലിയ പ്രത്യേകതയുണ്ട്. 10 ദിവസത്തേക്ക് മുൻകൂർ അനുമതി വാങ്ങിയ ഗ്രൗണ്ട് ക്ഷേത്രസമിതി ഈദ്ഗാഹിനായി വിട്ടു നൽകുകയായിരുന്നു. അനീഷ് കുമാറിലേക്ക് നമുക്ക് പോകാം. അനീഷ്, ചെറിയ പെരുന്നാൾ ആശംസകൾ. ഗുഡ് മോർണിംഗ്. ഈ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ കാഴ്ച, സന്ദേശം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനെ തീർത്തും അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കോഴിക്കോട് നിന്ന് നമ്മളിലേക്ക് എത്തിക്കാനുള്ളത് അനീഷിന്, അല്ലേ? തീർച്ചയായും ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ അത്തരം കൂട്ടായ്മകൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, ആളുകൾ ഒത്തുചേരുക എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനമായ കാര്യമായി നമുക്ക് ഈ ഉത്സവത്തിന്, ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഉള്ളത്. എന്നാൽ ഈ കിണാശ്ശേരി പള്ളിയറ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഈ ഗ്രൗണ്ട്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇടം കഴിഞ്ഞ 10 ദിവസത്തേക്ക് ഈ ക്ഷേത്ര അധികൃതർ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഈദ്ഗാഹ് ഇത്തവണ വന്നപ്പോൾ, ഈ ക്ഷേത്ര ഉത്സവവും ഈദ്ഗാഹയും ഒക്കെ ഒന്നിച്ച് വന്നപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പം പെട്ടെന്ന് ഈ ഈദ്ഗാഹ് സംഘാടകരിൽ ഉണ്ടായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയാണ് അമ്പല കമ്മിറ്റി തീരുമാനിച്ചത്. നമുക്ക് കാണാം, ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ സ്റ്റേജാണിത്. ആ സ്റ്റേജിൽ ഇന്നലെ കൂടി സംഗീത അടക്കമുള്ള അല്ലെങ്കിൽ ഗാനമേള പോലുള്ള പരിപാടികൾ നടന്ന ഇടം കൂടിയാണ്. പക്ഷേ ആ പരിപാടി ഏതാണ്ട് അർദ്ധരാത്രിയോട് അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഈദ്ഗാഹയ്ക്ക് വേണ്ടി ഈ സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നു. ഇത്തവണ ഇവിടെ തന്നെ നടത്തണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ക്ഷേത്രം ഭാരവാഹികൾക്കും ഉണ്ടായിരുന്നു എന്നാണ് ഈ ഈദ്ഗാഹ് സംഘാടകർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആളുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ നേരെ എതിർവശത്താണ് ഈ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രം എന്ന ഭഗവതി ക്ഷേത്രം ഉള്ളത്. അതിൻ്റെ നേരെ എതിർവശത്തായാണ് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു 10 മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ഇടത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. പക്ഷേ ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നതിനും മറ്റൊരു കാര്യം പോലും ആലോചിക്കേണ്ട സാഹചര്യമുണ്ടായില്ല. തുറന്ന മനസ്സോടുകൂടി അമ്പല കമ്മിറ്റിക്കാർ തന്നെയാണ് ഈ ഉത്സവത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ തവണ ഈദ്ഗാഹ് എല്ലാവരും കൂടിച്ചേർന്നുള്ള പ്രാർത്ഥനകൾ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് തൊട്ട് എതിർവശത്തുള്ള ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത്. നമുക്ക് കാണാം, ഈദ്ഗാഹ് നടക്കുന്ന അല്ലെങ്കിൽ ഈ സമൂഹമായ പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുന്ന സ്ഥലത്തിൻ്റെ ബോർഡ് സാധാരണഗതിയിൽ ഈദ്ഗാഹും മറ്റുമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ക്ഷേത്ര മഹോത്സവം എന്നെഴുതിയ ആ മനോഹരമായ ആ കവാടത്തിന് കീഴിലൂടെയാണ് ഈദ്ഗാഹിൽ പങ്കെടുക്കാനുള്ള ആളുകൾ ഇപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ആഘോഷങ്ങൾ നൽകുന്ന സന്ദേശം. ഇത്തരം കൂട്ടായ്മകൾ തന്നെയാണ് എല്ലാ കാലത്തും വേണ്ടത്. തികച്ചും മാതൃകാപരമായ ഒരു സമീപനം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ വലിയ ഒരു സന്ദേശമായി മാറുന്നു. എല്ലാവരും ഒത്തുചേരുമ്പോഴുള്ള ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മകൾ തന്നെയാണ് എപ്പോഴും സന്തോഷം നൽകുന്നത് എന്ന് പ്രകടമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആളുകൾ ഓരോരുത്തരായി ഇപ്പോൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രം ഭാരവാഹികളൊക്കെ അടക്കം അല്പസമയം കഴിയുമ്പോൾ ഇവർക്ക് ആശംസകൾ നേരാനായി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യവസായ പ്രമുഖരടക്കമുള്ള ആളുകളും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ആളുകളോട് തന്നെ ചോദിക്കാം. വ്യവസായ പ്രമുഖരടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. സാറേ, ഈദ് മുബാരക്. വളരെ സന്തോഷമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാതൃകയാണ്. അതായത് ഈ കിണാശ്ശേരിയുള്ള ശ്രീ പള്ളിയറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 12:30 വരെ ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 12:30ക്ക് ശേഷമാണ് അമ്പല കമ്മിറ്റി അടക്കമുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ ഉദാഹരണമാണ്. പുതിയൊരു കേരള സ്റ്റോറി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അമ്പല കമ്മിറ്റി തന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ ഈദ്ഗാഹ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെയും ജാതിൻ്റെയും ഒക്കെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മ എന്നതിന് പറയാം. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മളെ ഈ ഒരു മഹലിലുള്ള കമ്മിറ്റി, അതേപോലെ അമ്പലത്തിൻ്റെ കമ്മിറ്റി, അവരെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി 12:30 പ്രോഗ്രാമായിരുന്നു, ഫുള്ള് ജനമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആണ് അതെ ഒരു കവാടാണ്. ഈദ്ഗാഹിനും ഉത്സവത്തിനും ഒരേ ഒരു കവാടാണുള്ളത്.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വലിയൊരു ചരിത്രമാണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവും എന്നുള്ള. അപ്പോൾ കിണാശ്ശേരിക്കാർ അതിനൊരു ഉത്തമ മാതൃകയാണെന്നുള്ള ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ട്. എത്ര കമ്മിറ്റിക്കാരും എത്തിയിട്ടുണ്ട്? എങ്ങനെയാണ് ഇതൊരു വലിയ മാതൃകയാണ് നമുക്ക്? ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. കിണാശ്ശേരിക്കാരെ സംബന്ധിച്ചോളം ഇതൊരു പ്രത്യേകതയല്ല. കിണാശ്ശേരി അമ്പലത്തിന്റെ ഉത്സവം തന്നെ ഭൂരിഭാഗവും ഇവിടെ പുറമെയുള്ള ആളുകളെ സഹായം കിട്ടിയിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. കിണാശ്ശേരി ഒരു പ്രത്യേകതയല്ല, എല്ലാവർക്കും ഇതൊരു മാതൃകയാക്കേണ്ടതാണ്. കമ്മിറ്റി അതെ, നമ്മൾ ഗ്രൗണ്ട് എടുത്തെങ്കിലും കൂടി ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാ. പോലീസ് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു. ഞങ്ങളെ പറ്റി ഒരു പ്രശ്നമാക്കണ്ട, ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ ആരും കൂടി വരണ്ട, അത് ഞങ്ങൾ ഇന്ന് ചെയ്തോളെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അന്നദാനങ്ങളൊക്കെ ഇവിടെ ഇന്ന് മുതൽ അന്നദാനങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇവിടെ അന്നദാനം കഴിക്കാൻ വരുന്നതും ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു കുടുംബമാരിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് നമ്മളെ പ്രദേശത്തിനെ പറ്റി നിങ്ങൾ യാതൊരു വ്യാപകപ്പെടേണ്ട, അത്രയും സുന്ദരമായിട്ടാണ് ഞങ്ങൾ പോണത്. കിണാശ്ശേരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഏത് രാത്രിയായാലും ഏത് സമയത്തായാലും ആരെയും ബന്ധപ്പെട്ടാലും ഞങ്ങൾ അത്രയും ബന്ധപ്പെട്ടുകൊണ്ടാണ്. ക്ഷേത്ര കമ്മിറ്റി ആയാലും ഇവിടുത്തെ മറ്റുള്ള കമ്മിറ്റികളായാലും എല്ലാ കമ്മിറ്റികളായാലും ഇനി രാഷ്ട്രീയമായാലും, ഞങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ രാഷ്ട്രീയം അങ്ങനത്തെ ഒരു കാര്യമില്ല. ഞങ്ങൾ ക്ഷേത്രത്തിനുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഞങ്ങൾ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അത് പുറത്തെത്തുമ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും പറയാന്നല്ലാതെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ നമ്മൾ ലോകത്തിന് മാതൃകയായിട്ട് പോകേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി സംഗീത പരിപാടി, ഇന്നലെ മെഗാ തിരുവാതിരക്കളി ഉണ്ടായിനി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് വിട്ടുകൊടുത്ത് ഞങ്ങളിവിടെ ഉണ്ട്. ഇത് കഴിയണ വരെ ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ടാവും. ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെ അന്നദാനത്തിലേക്ക് വരെ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ ജീവിക്കൂ. അതിനെപ്പറ്റി നിങ്ങളൊന്നും ബെതറാണ്ട. തീർച്ചയായും അതാണ് കേരള സ്റ്റോറി. നമുക്ക് മാതൃകയായി കിണാശ്ശേരിക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം അമ്പല കമ്മിറ്റി ഭാരവാഹികളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടിയാണ് വിട്ടു നൽകിയത്. ഒപ്പം ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് ആശംസകൾ നേരാനായി ആ സംഘാടകർ നേരിട്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ഈദ്ഗാഹ് കഴിഞ്ഞാൽ ഇവിടെ നടക്കേണ്ടത് അന്നദാനമാണ്, ക്ഷേത്രത്തിലെ അന്നദാനമാണ്. ആ അന്നദാനത്തിലും ഇവിടുത്തെ ഒന്നടങ്കം എല്ലാ സഹോദരങ്ങളും പങ്കെടുക്കും. അതാണ് ഇവരുടെ പതിവ്. ഉത്സവങ്ങൾക്കും തികഞ്ഞ ഒരു സഹകരണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതേസമയത്ത് പെരുന്നാളിന് മറുവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായ സഹകരണം ഇവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും എല്ലാം പറയുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് കോഴിക്കോട് കിണാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇതാണ് കേരള സ്റ്റോറി. ഇതാണ് നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിച്ചു നൽകാനുള്ള ഏറ്റവും നല്ല കാഴ്ച. ഇന്നത്തെ ദിവസം ഇതിൽ പരം നല്ല സന്തോഷം നൽകുന്ന മറ്റൊരു കാഴ്ച എന്താണ് കാണാനുള്ളത്, അല്ലേ? എല്ലാ മതസ്ഥരും ഒരേപോലെ ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന ഒരു ഭൂമി, ആ കേരളം തീർക്കുന്ന ആ ഒരു മാതൃക, അതൊരു വലിയ സന്ദേശമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പ്രേക്ഷകരിലേക്ക് നമുക്ക് നൽകാനുള്ളത്. നമ്മൾ ഈ മാനവികത, ഒത്തൊരുമ, മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ അത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയെന്ന് തെളിയിച്ചു തരുന്ന, കാണിച്ചു തരുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. കിണാശ്ശേരിക്കാർ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഇത്ര വലിയ സംഭവമാക്കി പറയാൻ എന്താണ്, എപ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. വലിയ സന്തോഷമാണ് കിണാശ്ശേരിയിൽ നിന്നുള്ള കാഴ്ച കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്.